JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയുടെ പരീക്ഷ 9-ാം തീയതി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Dash tells the receiver at what time the satellite should be at what place. അതായത് ഡാഷ് ഏത് സമയത്താണ് ഉപഗ്രഹം ഏത് സ്ഥലത്തായിരിക്കണമെന്ന് റിസീവറോട് പറയുന്നത്. ഏതാണ്? എംഫിമെറിസ്. എംഫിമെറിസ് tells the receiver at what time the satellite should be at what place. അടുത്ത ക്വസ്റ്റ്യൻ. The smallest GPS unit is the 1 dash. അതായത് ഏറ്റവും ചെറിയ GPS യൂണിറ്റ് ഡാഷ് ആണ്. ഏതാണ്? You can wear on wrist. The smallest GPS unit is the one you can wear on wrist. അടുത്ത ക്വസ്റ്റ്യൻ. What is the advantage of photogrammetry? അതായത് ഈ ഫോട്ടോഗ്രാമെട്രിയുടെ പ്രയോജനം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കവേഴ്സ് ലാർജ് ഏരിയ. കവേഴ്സ് ലാർജ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ഡിജിറ്റൽ ഇക്വലന്റ് ഓഫ് അനലോഗ് സിഗ്നൽസ് ഫോർ പ്രോസസിംഗ്? അതായത് പ്രോസസിംഗിനായി അനലോഗ് സിഗ്നലുകൾക്ക് തുല്യമായ ഡിജിറ്റൽ ലഭിക്കുന്നതിനുള്ള പ്രക്രിയ എന്താണ്? എന്താണ്? ഡേറ്റ അക്വിസിഷൻ. ഡേറ്റ അക്വിസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. How many satellites are required to measure 2D position, that is the longitude and the latitude? അതായത് 2D സ്ഥാനം 2D സ്ഥാനം അളക്കാൻ എത്ര ഉപഗ്രഹങ്ങൾ ആവശ്യമാണ്? അതായത് രേഖാംശവും അക്ഷാംശവും. ഏതാണ്? എത്രയാണ്? 3. How many satellites are required to measure 2D position, that is the longitude and the latitude? 3. അടുത്ത ക്വസ്റ്റ്യൻ. The segments present in GPS are dash. അതായത് GPS ൽ നിലവിലുള്ള സെഗ്മെന്റുകൾ ഡാഷ് ആണ്. all the above. അതായത് ഗ്രൗണ്ട് കൺട്രോള്, സ്പേസ്, യൂസർ എക്വിപ്മെന്റ്. The segment present in GPS are ground control, space, user equipment. All the above. അടുത്ത ക്വസ്റ്റ്യൻ. The components partitioned in GPS are known as dash. അതായത് ഈ GPS പാർട്ടീഷൻ ചെയ്ത ഘടകങ്ങൾ ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? സെഗ്മെന്റ്സ്. The components partitioned in GPS are known as segments. ഈ ദസ്തയിലേക്ക് അപേക്ഷ നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The US Space Forces maintains, develops and operates dash segments. അതായത് ഈ US ബഹിരാകാശ സേന ഡാഷ് സെഗ്മെന്റുകൾ പരിപാലിക്കുകയും വികസിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഏത് സെഗ്മെന്റുകളാണ്? സ്പേസ് ആൻഡ് കൺട്രോള്. The US Space Forces maintains, develops and operates space and control segments. അടുത്ത ക്വസ്റ്റ്യൻ. Dash tracks the satellites as they are passed over. അതായത് ഉപഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ ഡാഷ് ട്രാക്ക് ചെയ്യുന്നു. എന്താണ്? മോണിറ്റർ സ്റ്റേഷൻസ്. മോണിറ്റർ സ്റ്റേഷൻസ് ട്രാക്സ് ദ സാറ്റലൈറ്റ്സ് ആസ് ദേ ആർ പാസ്ഡ് ഓവർ. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഡാഷ്. അതായത് ഗ്ലോബൽ മോണിറ്ററിംഗ് സ്റ്റേഷൻ ഡാഷിൽ ഉപയോഗിക്കുന്നു. മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ്. Global monitoring station is used in master control stations. അടുത്ത ക്വസ്റ്റ്യൻ. How many methods used by the surveyors in the measurement of GPS? അതായത് GPS അളക്കുന്നതിൽ സർവേയർമാർ എത്ര രീതികൾ ഉപയോഗിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര രീതികൾ ഉപയോഗിക്കുന്നു?
3 how many methods used by the surveyors in the measurement of GPS 3 ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാറ്റിക് GPS baseline technique makes use of dash receivers of GPS അതായത് സ്റ്റാറ്റിക് GPS ബേസൽ ടെക്നിക്ക് GPS-ന്റെ ഡാഷ് റിസീവറുകൾ ഉപയോഗിക്കുന്നു. ഏതാണ്? 2 receivers of GPS. Static GPS baseline technique makes use of 2 receivers of GPS. A device altitude can be measured using dash satellite. അതായത് ഒരു ഉപകരണത്തിന്റെ ഉയരം ഡാഷ് ഉപഗ്രഹം ഉപയോഗിച്ച് അളക്കാൻ കഴിയും. ഫോർത്ത് സാറ്റലൈറ്റ് എ ഡിവൈസ് ആൾട്ടിറ്റ്യൂഡ് ക്യാൻ ബി മെഷറിംഗ് യൂസിംഗ് ഫോർത്ത് സാറ്റലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ GNSS സിസ്റ്റംസ് ആർ ഡാഷ് അതായത് GNSS സംവിധാനങ്ങൾ ഡാഷ് ആണ്. ഗ്ലോനാസ്, GPS, ഗലീലിയോ. GNSS system are all the above. The observations collected by the monitor stations are fed to dash. അതായത് മോണിറ്റർ സ്റ്റേഷനുകൾ ശേഖരിക്കുന്ന നിരീക്ഷണങ്ങൾ ഡാഷിലേക്ക് നൽകുന്നു. എന്തിലേക്ക് നൽകുന്നു? മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻസ്. The observations collected by the monitor stations are fed to master control stations. അടുത്ത question. How many satellites on the surface of Earth are used so that the location can be produced? അതായത് ഭൂമിയുടെ ഉപരിതലത്തില് എത്ര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനെ ലൊക്കേഷൻ നിർമ്മിക്കാൻ കഴിയും? 3. How many satellites on the surface of Earth are used so that the location can be produced? 3. The satellites meant for GPS orbits in dash. അതായത് ഡാഷിലെ GPS ഭ്രമണപഥത്തിനായുള്ള ഉപഗ്രഹങ്ങൾ ഏതാണ്? മീഡിയം എർത്ത് ഓർബിറ്റ് MEO. The satellites meant for GPS orbits in medium earth orbit MEO. അടുത്ത ക്വസ്റ്റ്യൻ. The mathematical principle involved in GPS is dash. അതായത് GPS ഉൾപ്പെട്ടിരിക്കുന്ന ഗണിതശാസ്ത്ര തത്വം ഡാഷ് ആണ്. ഏതാണ്? trilateration. The mathematical principle involved in GPS is trilateration. അടുത്ത ക്വസ്റ്റ്യൻ. What is an advantage of digital signal? അതായത് ഡിജിറ്റൽ സിഗ്നലിന്റെ പ്രയോജനം എന്താണ്? നോയിസ് ഇമ്മ്യൂണിറ്റി. What is an advantage of digital signal? Noise immunity. Other question. The degradation in the quality of GPS by the government of the US discontinued by whom? അതായത് US ഗവൺമെന്റ് GPS-ന്റെ നിലവാര തകർച്ച ആരാണ് നിർത്തലാക്കിയത്? ആരാണ്? ബിൽ ക്ലിന്റൺ. ആരാണ്? ബിൽ ക്ലിന്റൺ. അടുത്ത ക്വസ്റ്റ്യൻ. What is the practice for determining the geometric properties of objects from photographic images dash? അതായത് ഫോട്ടോഗ്രാഫിക് ഇമേജുകളിൽ നിന്ന് വസ്തുക്കളുടെ ജ്യാമിതീയ ഗുണങ്ങൾ നിർണ്ണയിക്കുന്നതിനുള്ള സമ്പ്രദായം എന്താണ്? എന്താണ്? ഫോട്ടോഗ്രാമെട്രി. ഫോട്ടോഗ്രാമെട്രി. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. What is meant by study of something without direct contact? അതായത് നേരിട്ടുള്ള സമ്പർക്കമില്ലാതെ എന്തെങ്കിലും പഠിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? റിമോട്ട് സെൻസിങ്. എന്താണ് അർത്ഥമാക്കുന്നത്? റിമോട്ട് സെൻസിങ്. അടുത്ത ക്വസ്റ്റ്യൻ. Which country developed GLONASS GLONASS in contemporary with the GPS? അതായത് GPS-ന് സമകാലികമായി ഗ്ലോനാസ് വികസിപ്പിച്ചെടുത്ത രാജ്യം റഷ്യ.
അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ അനദർ നെയിം ഫോർ എക്സ്പോഷർ സ്റ്റേഷൻ? അതായത് എക്സ്പോഷർ സ്റ്റേഷന്റെ മറ്റൊരു പേര് എന്താണ്? എന്താണ്? എയർ സ്റ്റേഷൻ. എന്താണ്? എയർ സ്റ്റേഷൻ. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കോമ്പാസ് സാറ്റലൈറ്റ് സിസ്റ്റം ഓഫ് നാവിഗേഷൻ ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ ഡാഷ് ഗവൺമെന്റ്. അതായത് കോമ്പസ് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം ഡാഷ് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഏത് ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു? ചൈനീസ് ഗവൺമെന്റ്. കോമ്പാസ് സാറ്റലൈറ്റ് സിസ്റ്റം ഓഫ് നാവിഗേഷൻ ഈസ് ഓപ്പറേറ്റഡ് അണ്ടർ ചൈനീസ് ഗവൺമെന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി.